ഹായ് മാജിക് മോർണിംഗ് ഓൾ ഓഫ് യു. ബി മാജിക്കിന്റെ 2256 സെഷനിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബിയോണ്ട് സെറ്റ് ബാക്സ് ആണ്. സിവിൽ സർവീസ് കോച്ചായ ഷമീന സക്കീർ മാം ആണ് ഈ സെഷൻ എടുക്കുന്നത്. മാം എത്തിയിട്ടില്ലേ? ഇതിൽ കാണിക്കുന്നില്ല നീന്ന്. ഷൈനി മാം ഉണ്ടാവും. ഷൈനി മാമും ജോയിൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ആരുടെ കയ്യിലെ കോണ്ടാക്ട് നമ്പർ ഉണ്ടാവുക എന്ന് അറിയത്തില്ല. അവരെ നമുക്കൊരു കോണ്ടാക്ട് നമ്പർ ഷൈനി മാമിന്റെ കയ്യിലുണ്ടാവുക. ഒരു സെക്കൻഡ്, ഷൈനി മാമിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. ആ ഷൈനി മാമിനെ കിട്ടുന്നില്ല കേട്ടോ. അപ്പൊ 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ 5:50 ഒരു 2 മിനിറ്റ്.
ഹലോ കല്യാലോ ആരില്ലേ? ഹായ് ബഷീർ ഇല്ല, സാർ, ട്രെയിനർ എത്തിയില്ല. ആ ജോയിൻ ആളെത്തിയില്ല. ചെയ്തിട്ടില്ല. അപ്പൊ നമ്മള് 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. നൗഫൽ സാർ ഓൾറെഡി ട്രൈ ചെയ്ത് നോക്കി, ഷൈനി മാമിനെ ആ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ട്രെയിനർ നമ്പർ ഇനി ലീഡേഴ്സ് ഗ്രൂപ്പിൽ ഇടാൻ പറയണം. അല്ല, അവരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ലിങ്കും ഗ്രൂപ്പിൽ കണ്ടില്ലല്ലോ. ഞാൻ പിന്നെ പഴയ ലിങ്കിൽ കയറിയ. ശരിയാ, ഒരു ഞാനും സ്ഥലത്ത് അങ്ങനെ തന്നെ. ഉണ്ടായത്. നൗഫൽ സാർ ഒരു ബുക്ക് റിവ്യൂ നടത്തും ആ, സാറേ. ആ അവര് ആ, വരുവാണെങ്കിൽ ഒരു വിളിക്കാം. മിനിറ്റ്. ഷൈനി മാമിനെ കിട്ടിയിട്ടുണ്ട്, വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മോനേട്ടാ സാറല്ലേ? സാറാണ് നമ്മുടെ പഴയ കുളത്തിന്റെ അടുത്ത് കൂടെ നടക്കുക. എവിടെ? പൊക്കാവോ? ആ അതെ, പൊക്കാവ് ആ, കിട്ടി. അത് ശരി. നീന്താൻ വന്നങ്ങനെ വെള്ളം ഉണ്ടാവൂലല്ലേ? വെള്ളണ്ട്. ഓ ഇവിടെ ഭയങ്കര ആ ഇവിടെ ഇവിടെ നല്ല നല്ല ടീമാ. നല്ല ആ സുഖമായിട്ട് പഴയ മാതിരി ഒന്നല്ല, ഭയങ്കര മാം വ്യത്യാസം. എത്തിയിട്ടുണ്ടോ? ഹായ്. ഒരു ദിവസം. ആ ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മാജിക് മോർണിംഗ്. മോർണിംഗ്. മാജിക് മോർണിംഗ്. ഹായ് മാം, മാജിക് മോർണിംഗ്. ഓക്കെ, മാജിക് മോർണിംഗ്. ഓക്കെ, എല്ലാവരും നല്ല കത്തിയടിയിലാണെന്ന് തോന്നുന്നു. അതിന്റെ ഇടയിലാണ് ഞാന്. ആണോ? അല്ല, കിട്ടിയ സമയം കത്തി അടിച്ചിരുന്നുള്ളൂ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ? അതെ. ആ, ഓക്കെ. എല്ലാവരും ബെഡിൽ കിടക്കാൻ തോന്നണോ? ആരും ചെയ്തിട്ടില്ലേ? ഞാനിപ്പോ റോട്ടുമേല് നടക്കുക. ആ, ഓക്കെ ഓക്കെ ഓക്കെ, അത് നല്ല പരിപാടി. ഓക്കെ, ബെഡ്മ കിടക്കുന്ന ടീം ഇതിൽ ഉണ്ടാവില്ല. ഉണ്ടാവില്ല. ഓ ഉണ്ടാവില്ല. ഗ്രേറ്റ്. 99% ആക്റ്റീവായി. എത്ര മോർണിംഗ് വർഷമായി ഇപ്പോ നിങ്ങളുടെ ഇത് സംഭവം തുടങ്ങിയിട്ട്? 5 വർഷം കഴിഞ്ഞു. 5 5 years വർഷം. കഴിഞ്ഞു. ഇതില് തുടക്കം മുതലുള്ള എത്ര പേരുണ്ട് ഇപ്പൊ ഇന്ന് ഈ ക്ലാസ്സിലെ? ഞാൻ തുടക്കം മുതലുണ്ട്. കുറെ ആള് തുടക്കം മുതലുള്ളവരുണ്ട്. ബഷീർ സാറിനെ, മാണി സാറെ, മുസ്തഫ സാറിനെ ഞാൻ എന്റെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അല്ലേ? സാറുണ്ടാവും. ആ, ഓക്കെ. ഞാൻ നടക്കുകയാണ്, അതുകൊണ്ടാണ് പിന്നെ. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ ഒരു ചോദ്യത്തിലൂടെയാണ് ഞാൻ തുടങ്ങുന്നത്. നമ്മുടെ ജീവിതത്തില് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ, ഇപ്പൊ നിങ്ങളൊക്കെ വെൽ പ്ലാൻഡ് ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. എന്തൊക്കെ പറഞ്ഞാലും അതിന്റെ ഒരു സുഖമൊക്കെ അനുഭവിക്കുന്ന, അതിന്റെ റിലാക്സേഷൻ അനുഭവിക്കുന്ന ആളുകളാണ്. എന്നാൽ നമ്മൾ ജീവിതത്തിൽ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ എന്താണ് ആ സമയത്ത് നമ്മൾ നിങ്ങൾക്ക് അനുഭവിക്കുന്നത്, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്? ഫോർ എക്സാമ്പിൾ, ഒരു ചെറിയൊരു മൊമെന്റും പറയാം, ഒരു വലിയ ലൈഫിലൊരു മൊമെന്റും ഞാൻ പറയാം. അതായത് നമ്മള് രാവിലെ, ഇപ്പൊ അതിലും അധികം ഗൃഹനാഥന്മാരാണെന്ന് തോന്നുന്നു അല്ല, എല്ലാവരും ഉണ്ട്. ഓക്കെ, നാഥകളും ഉണ്ട്, നാഥന്മാരും ഉണ്ട്. 6:30 ഒരു കല്യാണത്തിന് പുറപ്പെടാന്ന് നമ്മള് വീട്ടുകാരോട് പറയുന്നു. എന്നാൽ 6:30 കഴിയുന്നു, കാരണം മുഹൂർത്തം 10 മണിക്കാണ്. ഒരുപാട് ദൂരെയാണ് കല്യാണം, നമുക്ക് അവിടെ എത്തിപ്പെടേണ്ടതുണ്ട്. മുഹൂർത്തം 10 മണിക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു 9 മണിക്കെങ്കിലും മിനിമം എത്തണം, എല്ലാവരും ഒന്ന് കാണണം, അതിനൊരുങ്ങണം. അപ്പോ അത്യാവശ്യം നല്ല ദൂരം യാത്രയുണ്ട്. എന്നിട്ട് നമ്മള് ആദ്യം ഒരു 6:45 വരെ നമ്മൾ ഓക്കെ ആവും അല്ലേ? ഒരു 7 മണി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അവിടെ എത്താൻ വൈകും, നമുക്കറിയാം. ആ മൊമെന്റിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു അവസ്ഥ എന്താണ്?
ഞങ്ങളത് ഫ്രീ ആയിട്ട് എടുക്കും. കാരണം ഞങ്ങൾ 4-5 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്തിട്ട് ഒരുമാതിരി ഉം. മനസ്സിൽ എല്ലാ നെഗറ്റീവിനെയും ഫേസ് ചെയ്യാൻ പഠിച്ച ആൾക്കാരാണ്. ആ സമയം കടന്നു പോകും. എന്റെ ഉപ്പാനെ എന്തായാലും എന്നാ പഴയ ക്ലബിൽ ചേർക്കണം. അവിടെ തീർച്ചയായും. വീട്ടില് നല്ല യുദ്ധം ഉണ്ടാവും. അപ്പൊ ആള് മാക്സവന് പോകുന്നുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്, എല്ലാത്തിനും പോകുന്നുണ്ട്. പക്ഷെ എസ്പെഷ്യലി ഇപ്പൊ ദാ ഒരു ടൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മാത്രം ബാധിക്കുന്ന കാര്യമാണല്ലോ. ആള് ഓക്കെയാണ്. പക്ഷെ വേറെ ഒരു എൻഗേജ്മെന്റും ഉണ്ടല്ലോ ഇവിടെ. കല്യാണം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരും കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഒരു രക്ഷ ഉണ്ടാവില്ല. അപ്പൊ ആളെ മസ്റ്റായിട്ട് നമുക്ക് ഇതിനെ ചേർക്കണം. അപ്പൊ ഇത് എനിക്ക് എനിക്കിത് ഞാൻ ഇതിന്റെ ഒരാളായിരുന്നു. ഇപ്പൊ ഞാൻ ആലോചിക്കുന്ന ഓക്കെ, ഇതിപ്പോ നമ്മളെല്ലാം പ്ലാൻ ചെയ്തു, എല്ലാവരും ഒരുക്കി, എല്ലാം ഒരുപോലെ ആവണമെന്ന് നമ്മള് വാശി പിടിക്കേണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയിലും മെല്ലെ മെല്ലെ ഞാനൊക്കെ ആ ഒരു പക്വതയിൽ എത്തുന്നേ ഉള്ളൂ. എന്നാൽ നമുക്കൊരു 3 മക്കളുണ്ടെന്ന് വിചാരിക്കാം. അതില് മൂത്ത 2 ആളുകള് നമ്മൾ പറയുന്നതൊക്കെ കേട്ട് പഠിച്ച് ഒക്കെ വരുന്നു. എന്നാൽ അവര് ഒരു ജോലിയിലൊക്കെ കയറുന്നു, കല്യാണം കഴിച്ച് അതുപോലെ സെറ്റിൽ ആവുന്നു. പക്ഷെ മൂന്നാമത്, ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വേർഡാണ് കുരുപ്പ്. ചില മക്കളെ കണ്ട അതന്നെ പറയാൻ തോന്നും. ഇത്രയ്ക്ക് നല്ലൊരു വേർഡ് ഇല്ല. അതായത് അവരുടെ കാലിബറും കഴിവും ബാക്കിയുള്ള മൂത്ത 2 നമുക്ക് പറയും പ്രോമിസിങ് ആണെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന അങ്ങനെ ഒരു ടീമുണ്ടല്ലോ. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവരൊരു 10ാം ക്ലാസ്സിലൊക്കെ ടോപ്പ് മാർക്കൊക്കെ മേടിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മൂന്നാമത്തെ ഒരു കുട്ടിയുണ്ട്, ഒരു മോളുണ്ടെന്ന് വിചാരിക്കും. അതങ്ങനെയാണ് മേടിച്ചത്. +1 എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ബാഡ് പാരന്റിങ്ങിന്റെ ആളാണെന്ന് തന്നെ വിചാരിച്ചു, അല്ലെങ്കിൽ ഓക്കെ. ആ സമയത്ത് നമ്മള് ബയോ മാത്സ് എടുക്കാൻ പറയും, ആള് ഹ്യൂമാനിറ്റീസ് എടുക്കും. ആള് ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത പ്ലാനിങ്ങിലായിരിക്കും. സിവിൽ സർവീസിനൊക്കെ വിട്ടേക്കാം, നല്ലതാ, കുട്ടി പ്ലാനിങ് ബിഗ്, അതാണ്, നമുക്ക് ആ പക്വത ഇല്ല എന്നൊക്കെ വിചാരിക്കും. ആ സമയത്തുണ്ട് ഇത് പോയിട്ട് ഹിസ്റ്ററി എടുക്കുന്നു, അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എടുക്കുന്നു. അപ്പോ പിന്നെന്താണ്, ഓക്കെ പോയിക്കോടെ, ഇങ്ങനെ ആവുന്നു. ഇത് കഴിഞ്ഞിട്ട് കുട്ടിയുണ്ട് ചിത്രം വരയ്ക്കാൻ പഠിക്കാൻ പോകുന്നു. ആ മൊമെന്റ് ഉണ്ടല്ലോ, ഡിഗ്രി കഴിഞ്ഞ് PG പോലും ചെയ്യാതെ, ഒരു PG കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സമാധാനം, എല്ലാ BEdലേക്കൊക്കെ എങ്കിലും തള്ളിവിടാന്ന്. അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ BEdലേക്കെങ്കിലും തള്ളിവിടാം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഇത് ആർട്സ് സബ്ജക്റ്റ് ആണ് എടുത്തതിന്റെ മെയിൻ ഉദ്ദേശം മെല്ലെ നൈസിലൊരു ഡിഗ്രി അങ്ങ് തട്ടി. ആളുടെ പ്ലാൻ വേറെയാണ്. ആള് പോയി ചിത്രം വരെയൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്നു പ്രൊഫഷണലി. എന്തായിരിക്കും ആ മൊമെന്റില്? നിങ്ങളാണെങ്കിൽ ഹൈലി മോട്ടിവേറ്റഡ് ആയ ആൾക്കാർ, എന്റെ ഒരു നമ്പറും നിങ്ങളുടെ അടുത്ത് കേൾക്കൂല, നിങ്ങളുടെ ഉത്തരം എനിക്ക് അറിയാം, അതിനനുസരിച്ച് വിടും എന്നായിരിക്കും. പക്ഷെ എന്നാലും എന്തായിരിക്കും നിങ്ങളുടെ ആർക്കെങ്കിലും അങ്ങനെ ഭയങ്കര ഞാൻ ഹാപ്പി ആയിരിക്കും എന്നല്ലാത്തൊരു ആൻസർ പറയാനുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഡിസപ്പോയിന്റഡ് ആവുമോ? അതെ അതെ. യെസ്. കാരണം നമ്മൾ കണ്ടുവന്നിട്ടുള്ള കുറേ എക്സാമ്പിൾ ഉണ്ട്. നമ്മളെ 40s അല്ലെങ്കിൽ 50s ഇരിക്കുന്ന സമയത്തായിരിക്കും ഇവര് ഈ സ്റ്റേജിൽ എത്തുന്നത്, അല്ലെ? അല്ലെങ്കിൽ അതെ, ലേറ്റ് 30s 30s ഒന്നാവില്ല, 40s 50s ആയിരിക്കുമ്പോഴായിരിക്കും ഇവർ ഈ സ്റ്റേജിൽ എത്തുന്ന ഒരുപാട് എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മൾ എത്തുന്ന ഒരു ഡിസപ്പോയിന്റ്മെന്റ്, ആ സമയത്ത് എടുക്കുന്ന ആക്ഷൻ എന്തായിരിക്കും? ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, അല്ലേ? ആ സമയത്ത് നമ്മൾ കുറെ ക്ഷമിച്ചു, 10th എത്തിക്കാൻ തന്നെ പാടുപെട്ട് കളിച്ച് മിടുക്കുകൊണ്ട് മാർക്കൊക്കെ മേടിച്ച് +1 +2 തീർന്നപ്പോഴേക്കും നമ്മുടെ പാതി ജീവൻ പോയി. അതുവരെ 2 വളർത്തിയപ്പോ നമ്മളൊന്നും അറിയാത്തതാണ് ഈ മൂന്നാമത്തതിനെ കൊണ്ട് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിലെ ഫെയിലിയേഴ്സും എല്ലാതും നമ്മുടെ സക്സസും ഒക്കെ വെച്ച് കാച്ചു കുറുക്കി ആദ്യ പിടിച്ച് ഡിഗ്രി കഴിഞ്ഞപ്പോ ഇതാ കിടക്കണം ഇങ്ങനെ. ആ സമയത്ത് നമ്മുടെ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, റിയാക്ഷനും ഇതിന്റെ മുമ്പിലുള്ള ഒരു സംഭവം,
എന്തായിരിക്കും? എടുത്തിട്ട് പൊട്ടിക്കോ? വലിയ കാര്യമൊന്നും ഇല്ല പൊട്ടിച്ചുകൊണ്ട്. ആ ഒരു മൊമെന്റ് ആണ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത് കേട്ടോ. ഓക്കെ, അത് നിങ്ങളുടെ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായാൽ മതി. നമ്മൾ സമയം അധികരിക്കുമെന്ന് മേടിച്ചിട്ട് ഞാൻ ഡിസ്കഷനിലേക്ക് കിടക്കുന്നില്ല. നെൽസൺ മണ്ടേലയുടെ ഒരു കോട്ടുണ്ട്, ഐ നെവർ ലൂസ്. നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും. ഐ എയ്തർ വിൻ ഓർ ലേൺ. തോൽവി എന്നൊരു സംഭവം ഇല്ല ആക്ച്വലി മൂപ്പരുടെ കണക്കിലെ. ഒന്നില്ലെങ്കിൽ എനിക്ക് ലോസ് ആവും, അല്ലെങ്കിൽ വിൻ ആവും. ലോസ് എന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹം എന്തായിട്ടാ കാണുന്നത്? ഈ കോട്ട അറിയുന്നവരുണ്ടോ? എയ്തർ വിൻ ഓർ ലോസ്, എന്തൊക്കെ ആയാലും ഒരു ഇൻസിഡന്റ് നമുക്ക് അങ്ങനെ തന്നെയാ വരുന്നത്. ആ ലോസിനെ അദ്ദേഹം എന്തായിട്ടാ കാണുന്നത്? ലേൺ ആയിട്ടാണ് കാണുന്നത്. ഫെയിലർ എന്ന് നമ്മൾ വിളിക്കുന്ന സംഭവം ആക്ച്വലി ഒരു ലേണിംഗ് ഫേസ് ആണ്. ഈ ഫെയിലുവറിനെ റീഫ്രെയിം ചെയ്യുമ്പോൾ, നമ്മുടെ കഴിവും പക്വതയും ക്ഷമയും കൊണ്ട് റീഫ്രെയിം ചെയ്യുമ്പോൾ ഏത് ഫെയിലറും അതിൽ നിന്നുണ്ടാകുന്ന പെയിന് ഒരു പർപ്പസ് ആയി മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ പേഴ്സണലി, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ അങ്ങ് പറയാണ് ചെയ്തത് അല്ലെ. ഇനി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിട്ട ഒരു വലിയ പ്രയാസം ഓർക്കാം. പ്രയാസങ്ങൾ ഇല്ലാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല. പ്രയാസങ്ങൾ ഒന്നില്ലെങ്കിൽ തോൽവി വെച്ച് സറണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ വിജയിച്ച് മുന്നോട്ട് പോവുക പാഠം ഉൾക്കൊണ്ട്. ഇതിലേതെങ്കിലും ഒന്നാണല്ലോ സംഭവിക്കാം. നിങ്ങളുടെ ലൈഫിൽ നേരിട്ട ഒരു വലിയ പ്രയാസം, മരണം പറയരുത്. കാരണം മരണം എന്ന് പറയുന്ന ഒരു സംഭവത്തെ നമുക്ക് ഒരിക്കലും ഞാൻ ഒരു കമ്പാരിസൺ എടുക്കില്ല. അത് വേറൊരു അവസ്ഥ തന്നെയാണ്. നമുക്ക് തിരിച്ചു കിട്ടാത്ത എന്നും നഷ്ടം തന്നെ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ഓവർകം ചെയ്യുമെങ്കിലും നമുക്ക് അതിനൊന്നും കിട്ടാനില്ല. അത് പോയത് തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ മൈൻഡിലൊക്കെ പല പ്രയാസങ്ങളും, അതിൽ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു സംഭവം, നിങ്ങളെ ആഫ്റ്റർ ലൈഫിൽ എഫക്ട് ചെയ്യുന്ന ഒരു സംഭവത്തെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ. ഫ്രെഡറിക് നിഷെ ഒരു ജർമ്മൻ ഫിലോസഫറാണ്. അദ്ദേഹം പറഞ്ഞത്, വാട്ട് ഡസന്റ് കിൽ മീ മേക്സ് മീ സ്ട്രോങ്ങർ. എന്നെ കൊല്ലാത്തതെല്ലാം, എന്റെ ജീവൻ എടുക്കാത്തതെല്ലാം എന്നെ സ്ട്രോങ്ങർ ആക്കിയിട്ടേ ഉള്ളൂ. എനിക്ക് അറിയുന്ന ഒരു ലേഡിയുണ്ട്. ആള് 4th സ്റ്റേജിലെ ക്യാൻസർ സർവൈവർ ആണ്. ക്യാൻസർ എന്ന് പറയുന്ന ഒരു സംഭവം പോയോ ഇല്ലേന്ന് നമുക്ക് കംപ്ലീറ്റ് പറയാനൊന്നും പറ്റില്ല. പക്ഷെ അവര് നടന്നു വന്ന വഴികൾ പറയാൻ എനിക്ക് ഈ അരമണിക്കൂർ പോരാ. ഞാൻ ലൈഫിൽ ശരിക്കും കണ്ടതാ. ഈ മുസ്ലിംസിലെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, കാണാൻ കുറച്ച് ഭംഗിയുണ്ടെങ്കിൽ 10th വരെ പഠിപ്പിക്കുന്ന തന്നെ വലിയ സംഭവം ഒരു കാലത്ത് സംഭവം. എന്നിട്ട് കല്യാണം കഴിച്ചു വിടുന്നു. അത്യാവശ്യം പഠിക്കാൻ മിടുക്കിയായ അവര് കുറച്ചു കാലം കൂടി പഠിച്ചോ എന്നുള്ളത് കൊണ്ട് +2 പകരം അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് പകരം ഒരു താൽക്കാലിക കോഴ്സ് എന്തോ എടുക്കുന്നു, ഡിപ്ലോമ പോലെ ഒരു കോഴ്സ് എടുക്കുന്നു, ഗൾഫിലേക്ക് പോകുന്നു. ആക്ച്വലി അവിടുന്ന് തന്നെ ആൾക്ക് സംഭവം അറിഞ്ഞിട്ടുണ്ട്. ഈ അവിടുത്തെ ഒരു ക്യാരക്ടർ വെച്ചിട്ട്, ഡോക്ടേഴ്സിന്റെ ക്യാരക്ടർ വെച്ച് അത് അവരോട് പറയുന്നില്ല, ഭർത്താവിനോട് പറയുന്നു. അപ്പൊ ഡോക്ടർ തന്നെ ഉപദേശിക്കുന്നു, യൂട്രസിലാണ്, ഇപ്പൊ അവര് ചെറുപ്പമാണ്, ഇപ്പൊ യൂട്രസ് റിമൂവ് ചെയ്താൽ അസുഖം മാറും, പക്ഷെ മക്കളൊക്കെ ആവുന്നല്ലേ ഉള്ളൂ, ആ സമയത്ത് 2 മക്കളുണ്ട്, എന്നിട്ടാണ് ഈ ഒരു സംഭവം എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കണം. ഭർത്താവും അത് ഓക്കെ ഡോക്ടറുടെ അഡ്വൈസ് ആയിട്ട് കാണുന്നു. എന്നിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം അത് മറച്ചു വെച്ച് അതിന് ചികിത്സ പോലും ചെയ്യാതെ പിന്നീട് അത് വരുന്നു. അതൊരു വയറുവേദന കണ്ടിന്യൂസ് ആയി വരുന്നു. കുടുംബത്തെ നോക്കുന്ന ബെത്രപ്പാടിൽ സ്വന്തം കാര്യം നോക്കുന്നില്ല. പിന്നീട് ഡോക്ടറെ കാണിക്കുന്നു, സംഭവം തിരിച്ചറിയുന്നു. എല്ലാത്തിനും റെഡി ആയിരിക്കുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യുന്നു? ഡോക്ടർ ഇതൊരു ഫൈബ്രോയിഡ് ആയി കരുതിയിട്ട് അത് പൊട്ടിക്കുന്നു, അത് പടരുന്നു, ആകെ ബേഴ്സ്റ്റ് ആവുന്നു, പ്രശ്നമാവുന്നു. പിന്നെന്താന്ന് ഞാൻ പറയണ്ടല്ലോ. പിന്നെ ആളെ ഓപ്പറേറ്റ് ചെയ്ത് അത് റിമൂവ് ചെയ്യാൻ നോക്കുമ്പോൾ അനസ്തേഷ്യ, ഒരു കൊറോണ സമയത്താണ്, അറിയാലോ,
എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എത്രയോ 48 ദിവസമോ അങ്ങനെ എന്തോ കൊറോണ മാറിയിട്ട് 48 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് അനസ്തേഷ്യ കൊടുക്കാം. എനിക്ക് ആ ഡേറ്റ് കൗണ്ട് എനിക്കറിയില്ല. എന്തായാലും 1 മാസം എന്ന് വിചാരിക്കാം നമുക്ക് കഴിഞ്ഞിട്ടേ അനസ്തേഷ്യ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അത് ആകെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഡോക്ടർക്ക് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർക്കെതിരെ കേസ് കൊടുക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് അല്ലേ. അവർക്കിതൊരു പ്രബന്ധം എഴുത്ത് മാത്രമായിരുന്നു, ഒരു ക്രേസി ഡോക്ടർ. എന്നിട്ട് ബാക്കിയുള്ള സീനിയർ ഡോക്ടേഴ്സ് ഒന്നും ഇത് ഏറ്റെടുക്കില്ല എന്ന് ആദ്യമേ പറഞ്ഞു. എന്നിട്ടാണ് ഇവരിത് പോയി ഫൈബ്രോയിഡ് എന്ന് കരുതി പൊട്ടിക്കുന്നത്. എന്നിട്ട് അത് മാറി വീണ്ടും ഒന്ന് അയാൾക്ക് സെറ്റായി അനസ്തേഷ്യ എടുക്കാൻ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് രണ്ടാമത്തെ കൊറോണ വരുന്നു. ഒന്ന് മാറി ഉടനെ. ചുരുക്കി പറഞ്ഞാല് അവര് പിന്നീട് 3rd സ്റ്റേജ് 4th സ്റ്റേജ് ആയി. മേലാസകലം സ്കിന്നല്ലാത്ത ബാക്കി ഉള്ളിലെല്ലാം മുറിവായി. കീമോ ചെയ്ത് പുരികമടക്കം പോയി. അവർ ആ സമയത്താണ് ഏറ്റവും നന്നായി വർക്ക് ചെയ്തിരുന്നത്. ഒരു ട്രെയിനറാണ്, ഒരു JCI CG പോലുള്ള ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരു ട്രെയിനിങ് കമ്പനി നടത്തുന്ന ആളാണ്. അവർ ഏറ്റവും നന്നായി വർക്ക് ചെയ്ത ആളാണ്. ഇപ്പോ ആള് ജോഷ് ടാക്സിലൊക്കെ ഉണ്ട്. അപ്പൊ റൈഹാന ജാഫർ എന്നാണ് പേര്. അപ്പൊ ഇതാണ് സംഭവം. ആളിപ്പോ നല്ല ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്. ആളുടെ ഒരു മോള് MBBS ഹൗസ് സർജൻസി കഴിഞ്ഞതേ ഉള്ളൂ. എന്താ ഇതിൽ കൂടുതൽ നമുക്ക് വേണ്ടത്? അതായത് നമുക്ക് ഏതോ ഒരു സ്വാമി പറഞ്ഞിട്ടുണ്ട്, ഒരു ബുദ്ധിസ്റ്റ് സെയിന്റ് പറഞ്ഞിട്ടുണ്ട്, എല്ലാം നമുക്ക് പ്രശ്നങ്ങളായിരിക്കും. ഏതുവരെ? നമുക്ക് ചുറ്റും പ്രശ്നങ്ങളായിരിക്കും. ഏതുവരെ? നമ്മുടെ ദേഹത്ത് ഒരു പ്രശ്നം വരുന്നവരെ, നമുക്ക് ഒരു അസുഖം വരുന്നത് വരെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാല് ആ അസുഖം മാത്രമായിരിക്കും നമ്മുടെ പ്രശ്നം അല്ലേ. ബാക്കിയുള്ളതൊന്നും നമ്മുടെ പ്രശ്നം, നമുക്ക് ആ അസുഖം ഒന്ന് മാറി കിട്ടിയാൽ മതി എന്നുള്ളതായിരിക്കും നമ്മുടെ പ്രശ്നം. ഈ സമയത്ത് ഇവര് മക്കളെ 10ാം ക്ലാസ് എഴുതിപ്പിക്കുന്നുണ്ട്, 3ാമത്തെ കുട്ടീന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ അഡ്മിഷൻസ് ശരിയാക്കുന്നുണ്ട്. ഇതൊക്കെ 3 മക്കളും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ ഞാൻ എപ്പോഴും ഈ സെറ്റ് ബാക്ക്, തോൽവി അല്ലെങ്കിൽ വീഴ്ച എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്ന ഒരു എക്സാമ്പിൾ ആണിത്. അപ്പോ നിങ്ങള് ഈ ഒരു ഇയാൾ പറഞ്ഞ പോലെ എന്നെ അത് കൊന്നില്ലെങ്കിൽ അതെന്നെ സ്ട്രോങ് ആക്കുകയേ ചെയ്യുള്ളൂ എന്നുള്ളത്. അപ്പൊ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന സംഭവം നമ്മളെ തകർക്കാനല്ല, നമ്മളെ ഷേപ്പ് ചെയ്യാനാണ്. സ്ട്രഗിള് എന്ന് പറയുന്നത് ഒരു ഹിഡൻ ട്രെയിനിങ് ആണ്, നമുക്ക് കാണാൻ പറ്റാത്ത. പെയിൻ എന്ന് പറയുന്നത് ഒരു സ്ട്രെങ്ത് ബിൽഡിംഗ് പ്രോസസ് ആണ്. അപ്പൊ നിങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു ടീം എന്ന് പറയുന്നത് ഇങ്ങനെ കാര്യങ്ങൾ ഓവർകം ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പൊ നിങ്ങൾ എന്താണ്, യു ആർ ആൾറെഡി സ്ട്രോങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ടീമിന് ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കണ്ടിന്യൂ ചെയ്യാനേ ഉള്ളൂ. അതായത് ഈ ഒരു ഓറ, നിങ്ങളുടെ ആ ഒരു കഴിവുണ്ടല്ലോ, അത് മറ്റുള്ളവരിലേക്കും പകരുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾ ബി ചെയ്യാൻ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നത് ഒരു 25 ഏജ് ഗ്രൂപ്പിനായിരിക്കും. ബാക്കി നിങ്ങളുടെ കൂടെ ഉള്ളവരോടൊക്കെ നിങ്ങൾക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. അവര് നമ്മൾ എന്ത് ചെയ്യാന്നുള്ളതും കൂടെ ഞാൻ റിക്വസ്റ്റ് ആയിട്ട് പറയാണ്. കാരണം എൻ്റെ മോളിപ്പോ 10th-ലാണ്. അപ്പൊ എനിക്കിനി ഞാൻ അങ്ങോട്ടും കൂടി ഫോക്കസ് ചെയ്യണമല്ലോ. അപ്പൊ ഈ ഒരു ടീമിനെ പലപ്പോഴും ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും എന്ത് കാര്യം ഇൻസ്റ്റന്റ്ലി എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ്. സങ്കടം, സന്തോഷം, ദേഷ്യം, എല്ലാതും. അപ്പൊ ഞാനൊരു പ്രോആക്റ്റീവായ ആളാണ്. ആ സമയത്ത് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങളുടെ ഒരു പഠനത്തിന്റെ ഭാഗം, നിങ്ങളിപ്പോ ശരിക്കും ഒരു റിസർച്ച് പോലെയാണ് ശരിക്കും ഇത് ചെയ്യുന്നത്. നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടോ, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അപ്പൊ നിങ്ങൾ ഇവരെ അട്രാക്ട് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണം. ഇവരെന്നെ 5 മണിക്കൊന്നും എണീറ്റ് വരുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവരെ വൈകിട്ട് 5 മണിക്കത്തേക്ക് ആക്കണം. എന്നിട്ട് നിങ്ങൾ അവരെ കൂട്ടണം എന്നുള്ളൊരു റിക്വസ്റ്റ് ഞാൻ ഇവിടെ പറയാണ്. അത് സീരിയസ് ആയിട്ട് തന്നെ ദയവിത് നോക്ക്, എന്റെ റിക്വസ്റ്റ് ആണ്. നമുക്ക് JK റോളിങ്ങിനെ അറിയാം അല്ലേ? JK റോളിങ്, ഓക്കെ, ഹാരി പോട്ടർ സീരീസിന്റെ രചയിതാവ്. അവരനുഭവിച്ചിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് അറിയോ? ഒരു പറയുന്നത് റോക്ക് ബോട്ടം, ഒരു കല്ലിന്റെ ഉള്ളിൽ, ഏറ്റവും ഉള്ളിലാണല്ലോ അതിന്റെ ഏറ്റവും കട്ടിയുള്ള ഭാഗം, അതാണ് അവരുടെ സോളിഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിലാണ് അവരുടെ ലൈഫ് റീബിൽഡ് ചെയ്തത് എന്ന് പറയുന്നത്. ആളൊരു സിംഗിൾ മദർ ആയിരുന്നു, ഡിവോഴ്സ് ചെയ്ത് പോയി ഹസ്ബൻഡ്, അല്ലെങ്കിൽ ഒഴിവാക്കി പോയി. ഇതിലേതാന്ന് എനിക്ക് കൺഫേം അല്ല.
ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഭയങ്കരമായിരുന്നു. ഒരു ടീച്ചറായിരുന്നു ആള്. അദ്ദേഹത്തിന്റെ ഹാരി പോട്ടർ മാനുസ്ക്രിപ്റ്റ് 12 തവണ പല പബ്ലിഷേഴ്സും അവോയ്ഡ് ചെയ്തു, അവഗണിച്ചു. അതായത് 12 തവണയൊക്കെ ഒരു മാനുസ്ക്രിപ്റ്റ്, പ്രത്യേകിച്ച് ഈ ആർട്ട് ഔട്ട്കം, അത് നമ്മൾ റിജക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തസത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും. ആ സമയത്ത് ഇവരത് വീണ്ടും ശ്രമിച്ചു. ഇന്ന് അവരെന്താണ് ഏറ്റവും ഫേമസ് ബുക്ക് സീരീസിന്റെ ഉടമയാണ് അല്ലേ? ഇത്രയ്ക്കൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോ ഇവിടെ എന്താ ഡിഫറൻസ്? സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു അവർക്ക്. അവരുടെ സ്ട്രെങ്ത് പക്ഷെ അവരുടെ പെർസിസ്റ്റൻസിലായിരുന്നു. പ്രതിസന്ധികൾ വന്ന 2 വഴികളുണ്ട്. ഏതൊക്കെയാണ് ആ 2 വഴികൾ? ഇവിടെ ഉറങ്ങുന്ന കുറെ പേരുണ്ട്. മുസ്തഫ സാർ ഇടയ്ക്കൊന്ന് ഉറങ്ങുന്നത് കാണാം. നമ്മുടെ ഡ്രൈ സബ്ജക്റ്റ് ആണ്. ബാക്കിയുള്ളവരൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. എല്ലാവരും ഇത് നിങ്ങളൊരു നിയമം ഉണ്ടാക്കണം കേട്ടോ. ഈ രാവിലെയൊക്കെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ക്യാമറ ഓൺ ചെയ്യണമെന്ന്. നിങ്ങൾ കുക്ക് ചെയ്യായിരിക്കും, ടോയ്ലറ്റിലല്ലാത്ത എല്ലാവരും എന്ത് ചെയ്യണം? ക്യാമറ ഓൺ ചെയ്യണം. വിധുബാല മാം പറയൂ. താങ്ക് യു ഫോർ. ഒരു പ്രതിസന്ധികൾ വന്ന 2 വഴികളുണ്ട്. എന്തൊക്കെയാണത്? വായി തോന്നിയത് പറഞ്ഞോ. പ്രതിസന്ധി വന്ന 2 വഴി. ഒന്ന് അത് ഓർത്ത് ഇങ്ങനെ ഇരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അത് ഫേസ് ചെയ്യണം. യെസ്, അത്രേ ഉള്ളൂ. അതായത് കരോൾ ഡ്വെക്ക് ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്, മൈൻഡ് സെറ്റിന്റെ രചയിതാവാണ്. ബിക്കമിങ് ഇസ് ബെറ്റർ ദാൻ ബീയിങ്. അതായത് ബിക്കമിങ് എന്ന് പറയുമ്പോൾ ഇനി വരാൻ പോകുന്നതാണ്, നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യാൻ പോകുന്നതാണ്, എത്താൻ പോകുന്നതാണ്. അത് എന്ന് പറയുന്നത് ഇതിലൊരു ഹോപ്പ് ഉണ്ട് അല്ലേ? നമ്മൾ ഫ്യൂച്ചറിലേക്ക് മാറ്റി വെക്കുന്ന ഒരു സംഭവത്തിൽ നമ്മളൊരു ഹോപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്ത് പോകുന്നത്. ബീയിങ് എന്ന് പറഞ്ഞ ആയിക്കഴിഞ്ഞ് ഞാൻ ചൊല്ലിട്ട് എന്ന് പറയുന്ന ഒരവസ്ഥ വരാം ബീയിങ്ങില്. എന്നാൽ ബിക്കമിങ് എന്ന് പറയുമ്പോൾ ഐ എം ഗോയിങ് ടു, അതായത് ഒരു കണ്ടിന്യൂസ് ഗ്രോത്ത് അതിനകത്ത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോ പ്രോഗ്രസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, പ്രോഗ്രസ് അത് ലൈഫിന്റെ ഏത് ഘട്ടത്തിലാണെങ്കിൽ പോലും അത് പെർഫെക്ഷനേക്കാൾ വലുത് തന്നെയാണ്. പലരും ഒരു 50+ ഉള്ള ആൾക്കാരെ ഞാൻ ശരിക്കൊന്ന് ചൊറിഞ്ഞോട്ടെ. ഞാനിപ്പോ എന്റെ ഏജ് എന്ന് പറയുന്നത് 37 ആണ്. അപ്പൊ ഈ ഒരു ഏജ് രണ്ടിന്റെ നടുക്കഷ്ണമാണല്ലോ ഇപ്പൊ ഞാന്. അപ്പോ മൂത്ത ആൾക്കാർക്ക് ഈ പെർഫെക്ഷന്റെ ഒരു പ്രേമമുണ്ടോ, പെർഫെക്ഷനോടൊരു ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞാല് ഈ ബഷീർ സാറൊക്കെ വീട്ടില്, ഞാൻ പറയട്ടെ, കറക്റ്റ് ടൈമിൽ ഫുഡ് കിട്ടണം, അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ ഇറങ്ങണം, ഇങ്ങനത്തെ ആളാണോ? അല്ല. ഓക്കെ, അപ്പൊ അവിടെ ഞാൻ പൊട്ടി. ഇനി വേറെ ആരെങ്കിലും അതുപോലെ ഉണ്ടോ? എനിക്ക് തോന്നുന്നു നൗഫൽ സാറും ഒക്കെ എന്റെ സെയിം ഏജ് ആണോ എന്നൊരു ഡൗട്ടാ. നൗഫൽ സാർ അങ്ങനെയാണോ? കറക്റ്റ് ആണ്. ആ ചിരി കണ്ടോ അല്ലേ? കറക്റ്റ്. വോയിസ് പ്രവാസി ആയതുകൊണ്ട് അതിന് റിക്കവർ ആയി. അങ്ങനെ ആയിരുന്നു സത്യം. ഓക്കെ, അങ്ങനെ ആയിരുന്നു. ഇപ്പോ കണ്ടിന്യൂസ് പ്രോഗ്രസ്സിലാണ് ഒന്നുകൂടി ട്രസ്റ്റ് ചെയ്യാനത്. ഓക്കെ, ആറ്റോമിക് ഹാബിറ്റ്സ് ഒക്കെ വായിച്ചിട്ടുണ്ടാവും. ഓക്കെ. ആറ്റോമിക് ഹാബിറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള റവല്യൂഷൻ അത് വേറെ പറയും. പിന്നെ നമ്മൾ ഇതിന് മുൻപ് ഡിസ്കസ് ചെയ്തിരുന്നല്ലോ, ഇത് സീക്രട്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു സംഭവം ഓക്കെ ഈ ഒരു സംഭവം ആക്ച്വലി ഞാൻ ഇതുവരെ കുറ്റപ്പെടുത്തിയിരുന്നത് മുൻപുള്ള, അതായത് പ്രായത്തിന് മൂത്ത ആളുകളാണെങ്കിൽ ഈ പെർഫെക്ഷന്റെ ഭ്രാന്ത് നമുക്കല്ല കേട്ടോ, ചെറിയ പിള്ളേർക്കാ. ഒന്നില്ലെങ്കിൽ പെർഫെക്റ്റ് ആവുക, ഇല്ലെങ്കിൽ ഇട്ടേച്ച് പോവുക എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പൊ ഞാനത് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്. പിള്ളേരെ കൗൺസിൽ ചെയ്യുന്ന സമയത്തൊക്കെ അവർക്കത് വൃത്തിയിലല്ലെങ്കിൽ അല്ലാത്തത് വേണ്ട എന്നുള്ളൊരു സംഭവം. അതായത് നല്ല കാം ആൻഡ് ക്വയറ്റ് ആയ കുട്ടികളെ നമുക്ക്, ഫ്ലെക്സിബിൾ ആയ കുട്ടികളെ നമുക്ക് ശരിയാക്കാം. പക്ഷെ റിജിഡ് ആയ കുട്ടികളുണ്ടല്ലോ,
അവരോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ നല്ല പാടാ. അവർക്ക് ഇത് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊരു പ്രൊജക്ട് ചെയ്യണം, ഒരു 5 PM ക്ലബ്ബ് കൂടെ ഉണ്ടാക്കണം. നമുക്ക് അവരെ അപ്പോഴേ കിട്ടുള്ളൂ. അവരെ പിടിച്ചിരുത്താൻ പറ്റുന്ന ആളുകളെ കൊണ്ടുവരണം. നിങ്ങളൊക്കെ തന്നെ മതി. നിങ്ങൾ ഹൈലി പോസിറ്റീവായ ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു പ്രൊജക്ട് കൂടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോ ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ പ്രോഗ്രസ് എന്ന് പറയുന്നത് പെർഫെക്ഷനേക്കാൾ വലുതാണ് എന്നുള്ള ഒരു സംഭവം. ഈ ഒരു സമയത്ത് നമ്മൾ ഈ സ്റ്റേജിൽ എത്തുമ്പോൾ ഇമോഷണൽ സ്ട്രെങ്ത് ആണ് ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും കൂളായിരിക്കും. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യും. പിന്നെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ഇമോഷണൽ സ്ട്രെങ്ത്തിലായിരിക്കും. സ്റ്റീഫൻ കോവേ ഒരു അമേരിക്കൻ ഓതറാണ്, കേട്ടിട്ടുണ്ടാവും. The 7 Habits of Highly Effective People, the author. Between stimulus and response, there is a space. അല്ലേ? അതായത് നമുക്കൊരു ഇമ്പൾസ്, ഒരു സ്റ്റിമുലസ് ഉണ്ടാവുന്നു, ഒരു പ്രശ്നം പെട്ടെന്ന് ഉണ്ടാവുന്നു, നമ്മൾ അതിന് റിയാക്ട് ചെയ്യുന്നു. അതിന്റെ ഇടയിൽ ഒരു സമയമുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളോട് ഒരാൾ റൂഡായിട്ട് സംസാരിച്ചു. എനിക്കുണ്ടായിട്ടുണ്ട് ആ ഒരു അനുഭവം. ഞാൻ എവിടെയെങ്കിലും പോയി എപ്പോഴും വള്ളി പിടിക്കുന്ന ഒരാളാണ്. അത് ആകാശത്ത് കൂടെ പോകുന്നതാണെങ്കിലും എടുത്ത് റിയാക്ട് ചെയ്യുന്ന ആളാണ്. ഇപ്പോ ബസ്സിലൊക്കെ എനിക്ക് സീറ്റ് കിട്ടി ചുമ്മാ ഇരിക്കുകയായിരിക്കും. പക്ഷെ ആരെങ്കിലും പിന്നെന്താണ് എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരാള് ഞാൻ എണീറ്റ് കൊടുക്കുമ്പോ പ്രായത്തിന് മൂത്ത ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എണീറ്റ് കൊടുത്താൽ അവര് ഇരിക്കുകയില്ല. കാരണം മോളിരുന്നോ, കാരണം എന്റെ കാലിലൊരു ബാൻഡേജ് ഒക്കെ അവര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ലെഗമെന്റ് ഫ്രാക്ചർ ഉണ്ട്. എന്നാ അപ്പുറത്ത് ഇരിക്കുന്നവരാണെങ്കിൽ ഭയങ്കര കളിയും ചിരിയും, ഒരു പെങ്കൊച്ചിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പൊ പണ്ട് ഉണ്ടായിരുന്നല്ലോ സ്ത്രീകൾ എന്ന് എഴുതി വെച്ചതിൽ പുരുഷന്മാരിരിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളൊരു സംഭവം ആ സമയത്ത്. അപ്പൊ എനിക്ക് അവിടെ മിണ്ടാതിരുന്നാ മതി. കൂടെയുള്ളവർക്ക് മിണ്ടാണ്ടിരിക്കേ എന്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇതിങ്ങനെ. അപ്പൊ അങ്ങനെ വള്ളി പിടിക്കുന്ന ഒരാളാണ്. എന്നിട്ട് ഞാൻ അത് ചോദ്യം ചെയ്തപ്പോ ഈ പിള്ളേരുടെ സ്പീഡിൽ എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടാ. അതും ശരിക്കും പറഞ്ഞാല് ഞാൻ തൃശ്ശൂർ സൈഡിലുള്ളവർ സംസാരിക്കുമ്പോൾ എന്റെ ബ്രെയിൻ അതിനനുസരിച്ച് റീഡ് ചെയ്യുക പോലും ഇല്ല. അവര് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഞാനത് റീകളക്ട് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കണം. അപ്പൊ ആ സമയത്ത് എനിക്ക് സങ്കടമാണെന്ന് വന്നത്, എനിക്ക് തിരിച്ച് പറയാൻ അറിയില്ല. അപ്പൊ നന്നായി ദേഷ്യപ്പെടുന്ന ആളാണ് ഞാന്. ഈ ഒരു മൊമെന്റ് നമുക്ക് പിന്നെ എന്തായി, കുറെ കാലം ഞാൻ ആരുടെയും ഒന്നിനും ഇടപെടാൻ പോകുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് എത്തിയത്. എന്നാൽ ഒന്ന് പോസ് ചെയ്ത് കാമായിട്ട് ഞാനൊന്ന് എണീറ്റ് നിന്നാ മതിയായിരുന്നു. എന്റെ ഈ 150 കിലോ വെച്ചിട്ട് തന്നെ അവന്മാര് പേടിച്ചിട്ട് പോകും ഞാൻ എണീറ്റ് നിൽക്കുമ്പോഴേക്ക്. ഈ ഒരു പ്രോസസ്സ് പോലും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കൊന്ന് ചോദ്യം ചെയ്ത് ഞാൻ കുറച്ച് ലോ പോയിന്റ് ഒക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. അന്ന് അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ ഒരു സ്പേസ്, ഈ ഒരു മൊമെന്റില് കൈവിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ വരാതിരുന്നാൽ തന്നെ, അതായത് 5 സെക്കൻഡ് പോസ് എന്നൊക്കെ പറയും, ഇതാണ് സംഭവം. അപ്പോ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ എന്തായിരിക്കും? ഓഫ് കോഴ്സ് ആങ്കർ ആയിരിക്കും, അല്ലെങ്കിൽ എന്റെ പോലെ ബേഴ്സ് ഡൗൺ ആയിരിക്കും. അല്ലെങ്കിൽ പോസ് ചെയ്താൽ എന്തായിരിക്കും? കൺട്രോൾ ആവും. ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കൊടുക്കാനും പറ്റും. അപ്പോ നമ്മുടെ പീക്കിലെത്തി നിൽക്കുമ്പോൾ, ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പീക്കിലെത്തി നിൽക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഒരു പോസ്, 5 സെക്കൻഡ് പോസ്, അല്ലെങ്കിൽ നമ്മളെ കാമാക്കാൻ എത്ര സെക്കൻഡാ വേണ്ടതെന്നുള്ളത് നമുക്കാണ് അറിയാം. ഏറ്റവും കൂളായിട്ട് 10 സെക്കൻഡെങ്കിലും എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ ദ ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു കോൺഫിഡൻസിന്റെ കേസ് എത്തും. ഇപ്പൊ നിങ്ങളൊക്കെ കോൺഫിഡന്റ് ആണ് ആക്ച്വലി, അല്ലേ? നിങ്ങളുടെ ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ട്. എന്നാല് ഈ കോൺഫിഡൻസ് വരുന്ന നിങ്ങളുടെ സക്സസ് നിന്നാണോ? ഞാനില്ല ഇനി ഒരു നമ്പർ നിങ്ങളുടെ ലേക്കില്ല. ഞാൻ അത് വെച്ച് പറയാൻ വിചാരിച്ചു. ഓക്കെ, ശരിയാണ്. ജെയിംസ് ക്ലിയർ അല്ലേ, ആറ്റോമിക് ഹാബിറ്റ്സിന്റെ എഴുത്തുകാരൻ പറയുന്നത്. യു ഡു നോട്ട് റൈസ് ടു ദ ലെവൽ ഓഫ് യുവർ ഗോൾസ്, യു ഫാൾ ടു ദ ലെവൽ ഓഫ് യുവർ സിസ്റ്റംസ്. ഗോൾസ് ഉണ്ടാകും, നമുക്കൊരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യും. പക്ഷെ സിസ്റ്റം ഇല്ലെങ്കിൽ നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, അല്ലെ? സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്?
ഡെയിലി ഹാബിറ്റ്സ് ആണ്. ഇപ്പോ ഞാനൊരു അത്യാവശ്യം നല്ലൊരു മടിച്ചിയാണ്. അതുകൊണ്ട് എല്ലാത്തിനെയും അപ്പിയർ ചെയ്യുന്നത് ലേറ്റ് ആയിട്ടാണ്. അപ്പോ ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഒരു 32-ലൊക്കെയാണ് UPSC കുറിച്ചിട്ട്, അതായത് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാനൊരു ബിസിനസ് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ട് ആ സമയത്ത് കിട്ടും, നമ്മൾ എന്ത് വർക്ക് ചെയ്താലും നമുക്കൊരു റെസ്പെക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മണി മാറ്റേഴ്സ്, റിസൾട്ട് മാറ്റേഴ്സ്. പക്ഷെ അവിടെ നമുക്കൊരു ക്രെഡിബിലിറ്റി പോലും കിട്ടില്ല നമ്മൾ എടുത്ത വർക്കിന്റെ. ആ ഒരു സമയത്തായിരിക്കുമല്ലോ നമ്മള് ഞാൻ പഠിക്കായിരുന്നു, കാരണന്മാര് പറഞ്ഞ പോലെ PSC എഴുതായിരുന്നു എന്നുള്ളത്. അപ്പൊ PSC പഠിക്കാനുള്ള ഒരു ബുദ്ധി എനിക്കില്ല. ഞാനാണെങ്കിൽ ആസ് എ ലെഫ്റ്റിസ്റ്റ് എല്ലാവരോടും അടി ഉണ്ടാക്കാൻ പോകുന്ന ഒരു പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ആ സമയത്തൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. എനിക്ക് ജനറൽ നോളജ് വളരെ കുറവാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാല് നമുക്ക് പണ്ട് കിട്ടിയിരുന്ന കേരള ശബ്ദം, ദേശാഭിമാനി എഡിറ്റോറിയൽ, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് ബിൽഡ് ചെയ്യും കൂടെ ചെയ്യാലോ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഒരു അക്കാഡമിയിൽ പോയിട്ട് എൻട്രൻസ് എഴുതി, അങ്ങനെ സ്കോളർഷിപ്പ് കിട്ടി, അങ്ങനെ ഭ്രാന്ത് കൂടിയതാണത്. എന്നിട്ടും പിന്നെ നമുക്കൊരു ചാൻസ് കിട്ടി, നമ്മൾ അങ്ങ് ഗൾഫിലേക്ക് പോയി. കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് എടുത്ത ലാസ്റ്റ് ഫ്ലൈറ്റ് എന്റേതായിരുന്നു. എന്റെ മുൻപുള്ള 3 ഫ്ലൈറ്റ് ഒക്കെ ക്യാൻസൽ ചെയ്ത് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. എന്റെ മുമ്പിൽ ഞാൻ ഇരിക്കുമ്പോൾ എന്നെ തട്ടി മാറ്റിയിട്ടൊക്കെ മുന്നോട്ട് പോയിരുന്ന ആളുകളൊക്കെ ഫ്ലൈറ്റ് ക്യാൻസലായി വരുമ്പോ എന്ന് പറഞ്ഞ് ചിരിച്ചിരുന്ന് ഞാൻ ഭയങ്കര ധൈര്യത്തിൽ പോയി. ചുരുക്കി പറഞ്ഞ എന്റെ 3 അറ്റംപ്റ്റ് അങ്ങ് പോയി കിട്ടി. അങ്ങനെ ഞാൻ വന്ന് ഇറങ്ങുന്നത് എന്റെ 35-ലാണ്. അപ്പോ 33-ലൊക്കെ ആണ് തോന്നുന്നു, 32-ല് കയറിപ്പോയി. 34-ലാണ് എത്തുന്നത്, അതായത് 35-ൽ എഴുതാൻ പറ്റുന്ന അവസ്ഥയിൽ. ചുരുക്കി പറഞ്ഞ 18 മാർക്കിന് പ്രിലിംസ് പോകുന്നു. അപ്പൊ ഇതിൽ ഞാൻ റിയലൈസ് ചെയ്തൊരു സാധനമുണ്ട്. NCERTs ആണ് ഈ സിവിൽ സർവീസ് കോച്ചിങ്ങിന്റെ ക്രക്സ് എന്ന് പറയുന്നത്. NCERTs ഒരു 6th to 12th കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു സ്റ്റാർട്ടിങ് കിട്ടും. ഞാൻ ഇത് പഠിച്ചെടുത്തത് 3 വർഷം എടുത്തിട്ടാണ്. ട്രിവാൻഡ്രത്ത് വന്ന് പഠിക്കാൻ തുടങ്ങിയ സമയത്ത് പിള്ളേർ ഇത് 3 മാസം കൊണ്ടാണ് പഠിച്ചെടുക്കുന്നത്. കാരണം 5ാം ക്ലാസ് മുതൽ +2 വരെ ഉള്ള കുട്ടികൾക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള ബുക്ക് ബാക്കിയുള്ളത് അത്രയും പഠിക്കാനുണ്ട്. പൊളിറ്റി, ലക്ഷ്മികാന്ത്, സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ട് വലിയ വലിയ ടെക്സ്റ്റുകളും കറണ്ട് അഫയേഴ്സ്, ക്ലാസ്സസ്, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അത്രയും സമയം എടുക്കുന്ന സമയത്ത് പിള്ളേര് ഇങ്ങനെയാണ് അത് ഷെഡ്യൂൾ ചെയ്യേണ്ടത്. മിനിമം 3 മാസം കൊണ്ട് 3 തവണ റിവൈസ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ. ഇതിലേക്ക് ഞാൻ എത്താൻ എടുത്ത വർഷം 3 വർഷമാണ്. പിന്നീട് എനിക്ക് ആ ഹാബിറ്റ് ഈസിയായി. കാര്യങ്ങൾ നമ്മുടെ ബ്രെയിന് അതിനനുസരിച്ച് റീഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ലേറ്റ് ആയിട്ട് ഞാൻ അറിയുന്നത് ഹാബിറ്റ് ആണ്, കൺസിസ്റ്റൻസി ആണ് എല്ലാത്തിന്റെയും ഉറവിടം എന്നുള്ളത്. ഇന്നിപ്പോ ഞാൻ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാൻ ചെയ്യാണ്. അതായത് 10 മിനിറ്റ്സ് ഡെയിലി എന്ന് പറയുന്നത് 365 ദിവസം കൗണ്ട് ചെയ്താൽ മതി. ഇതിന്റെ ഒരു ഹ്യൂജ് ഗ്രോത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? ഇപ്പൊ സിസ്റ്റം എന്ന് പറയുന്നത് ഡെയിലി ഹാബിറ്റ് ആണ്, കൺസിസ്റ്റൻസി ആണ് മാജിക്. അപ്പൊ നമ്മൾ സിറ്റുവേഷൻസിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ പല സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ചിലപ്പോൾ പ്രശ്നം സിറ്റുവേഷൻ അല്ലെങ്കിലോ, ചുറ്റുള്ളവരങ്ങനെയായി, അതിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു, ഇതൊന്നും അല്ല. വില്ലൻ ശരിക്കും മറ്റൊരു അവസ്ഥയാണെങ്കിലോ, അതായത് നമ്മളാണെങ്കിലോ. വിക്ടർ ഫ്രാങ്കൽ ഒരു ഓസ്ട്രിയൻ സൈക്കാട്രിസ്റ്റ് ആണ്. മാൻ സെർച്ച് ഫോർ മീനിങ് എന്നുള്ളതിന്റെ പുസ്തകത്തിന്റെ എഴുത്തുകാരനാണ്. When we are no longer able to change a situation, we are challenged to change ourselves. എല്ലാ കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതിന്റെ കൺട്രോൾ ചെയ്യാൻ നടന്നാൽ നമ്മുടെ ടൈം അങ്ങ് പോവുക, നമ്മുടെ എഫേർട്ട് വേസ്റ്റ് ആവുക എന്നുള്ളതായിരിക്കും പലപ്പോഴും ഉണ്ടാവുന്നത്. പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചിന്താഗതിയെ, നമ്മുടെ റെസ്പോൺസ്, നമ്മുടെ സ്റ്റൈലായിരിക്കും. അപ്പോ ചേഞ്ച് ഔട്ട്സൈഡ്, ഓഫ് കോഴ്സ് നമ്മൾ സിറ്റുവേഷൻ തന്നെയാണ് ചേഞ്ച് ചെയ്യാൻ ആദ്യം നോക്കുക. മനുഷ്യൻ അങ്ങനെ തന്നെയാണ് ചെയ്യാൻ. അതിന്റെ കൂടെ ഇൻസൈഡ് ആയിരിക്കും. പക്ഷെ ചില സമയത്ത് ഔട്ട്സൈഡ് സെറ്റ് ചെയ്യാനേ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇൻസൈഡ് സെറ്റ് ചെയ്യും. അതിൽ വിശ്വസിച്ചാൽ മതി. ഫ്രാങ്കിൾ അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യാം. കോൺസെൻട്രേഷൻ ക്യാമ്പിലായിരുന്നു ആള്, വിക്ടർ ഫ്രാങ്കിൾ. അദ്ദേഹം എല്ലാം കോൺസെൻട്രേഷൻ ക്യാമ്പില്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് പലസ്തീനില് ഒക്കെ അല്ലെങ്കിൽ സുഡാനിലൊക്കെ ഉള്ള ആളുകള്
അതിജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അതായത് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അവര്. എന്നിട്ട് അവര് കാണാം ഈ കല്ലൊക്കെ അടുക്കി വെച്ചിട്ട് കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? സുഡാനിലെ സിറ്റുവേഷൻ ആണ് എന്റെ അറിവില് പലസ്തീനേക്കാൾ മോശമെന്ന് തോന്നുന്നു. കാരണം സുഡാനിലെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അവിടെ ഇതിനേക്കാൾ നല്ല സ്റ്റോറീസ് നമുക്ക് കാണുന്നുണ്ടാവും അതിജീവിക്കുന്നത്. പലസ്തീനിൽ ഇവരിത് കാണിക്കണമെന്ന് വിചാരിച്ച് അവർ തന്നെ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്കിത് കാണാൻ പറ്റുന്നതാണ്. സുഡാനില് ഇപ്പൊ ഇത് പൊളിറ്റിക്കൽ ഡിസ്കഷൻ ഞാൻ പോകുന്നില്ല, വളരെ ബ്രൂട്ടലായിട്ട് അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന പോലും. അവിടെയും ഉണ്ടാവും ഇതുപോലെ അതിജീവനത്തിന്റെ കഥകൾ പറയാൻ. അദ്ദേഹം പറയാണ്, എന്റെ എല്ലാം നഷ്ടപ്പെടുത്താം, എന്റെ ഫാമിലിയെ നഷ്ടപ്പെടുത്താം, എന്റെ കൈകൾ കെട്ടിയിടാം, പക്ഷെ എന്റെ ആറ്റിറ്റ്യൂഡ് ഇതിനെ ആർക്കും എടുത്ത് കളയാൻ പറ്റില്ലല്ലോ. ദാറ്റ് ഈസ് റിയൽ ഫ്രീഡം. അതായത് ഫ്രീഡം ഇല്ലാത്ത കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടക്കുന്ന ഒരാളുടെ ആണ് പറയുന്നത്, എന്റെ ആറ്റിറ്റ്യൂഡ് ആർക്കും എടുത്തു കളയാൻ കഴിയില്ലല്ലോ എന്നുള്ളത്, അല്ലേ? അബ്രഹാം ലിങ്കൻ എലക്ഷന് തോറ്റു, ബിസിനസ് ഫെയിലായി, പക്ഷെ ഗീവ് അപ്പ് ചെയ്തോ? അതെ, സക്സസ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഇപ്പൊ അതുപോലെ വിൻസ്റ്റൺ ചർച്ചിൽ, സക്സസ് എന്ന് പറയുന്നത് വേറൊരു നമ്മളെ കബളിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ സക്സസ് എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പോ ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണ്, ഞാനൊരു ഫുഡിയാണ്, എനിക്ക് എന്നെ സന്തോഷം തരുന്ന മെയിൻ സംഭവം ഫുഡാണ്. എന്നാൽ ഈ ഇരുന്നിട്ടുള്ള വർക്കിംഗ് കണ്ടന്റ് ക്രിയേഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇരുന്നിട്ട് അങ്ങ് വർക്ക് ചെയ്യാണ്, അത് വേറെ ആക്ടിവിറ്റീസ് ഒന്നും വരുന്നില്ല. ഞാനൊന്ന് ലീവ് എടുത്ത് വീട്ടിൽ പോകുമ്പോഴാണ് നന്നായിട്ട് ഫുഡ് കഴിക്കുന്നത്. പക്ഷെ അവിടെ എൻ്റെ ഉമ്മ എന്നെ വിട്ട് ഓടിക്കും, മാറാല തട്ടാനുണ്ട്, ടോയ്ലറ്റ് കഴുകാനുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. നന്നായി കഴിച്ചിട്ട് എൻ്റെ തടി കുറയും, ഒരു 5 കിലോ ഒക്കെ 10 ദിവസം കൊണ്ട് കുറയും. അത് പീക്ക് തടിയുള്ള ആളുകൾക്ക് അറിയാം, 10 കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്തിരിക്കും. അപ്പൊ അതായത് നമ്മൾ അവിടെ സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല. ഞാൻ ജിമ്മിൽ പോകുന്നു, തൂക്കം കൂടി കൂടി വരുന്നു. കാരണം എന്താന്ന് വെച്ചാല് ഒന്ന് കുറഞ്ഞാലും എനിക്കിത് ശീലമായി കുറയുന്നത്. അപ്പൊ ആ സക്സസ് അല്ല അവിടെ ഫൈനൽ, ഫെയിലർ ഈസ് നോട്ട് ഫാക്ട്. അപ്പൊ ഞാന് ഇപ്പൊ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം എന്താന്ന് വെച്ചാല്, ജിമ്മിൽ പോകുമ്പോൾ ഞാൻ ആക്റ്റീവ് ആവുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് കുറയുന്നില്ലെങ്കിൽ കൂടുന്നില്ല. ഇത് കൺസിസ്റ്റന്റ് ആയി മെയിൻറ്റെയിൻ ചെയ്യുക. എന്നോട് ഞാൻ പറഞ്ഞു ജിമ്മിൽ പോയി ഫസ്റ്റ് ഒരു ഗ്യാപ്പ് എടുത്ത് പിന്നെയും പോകുമ്പോൾ എന്നോട് ഇത്തവണ എൻ്റെ ട്രെയിനർ പറഞ്ഞു, ഷുഗർ കട്ടും വേണ്ട, ഫുഡും കൺട്രോൾ വേണ്ട, ഒന്ന് വന്ന് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ സക്സസ് ഈസ് നോട്ട് ഫൈനൽ, ഫെയിലർ ഈസ് നോട്ട് ഫാറ്റൽ. എന്നോട് വെയിങ് മെഷീനിൽ നിൽക്കണ്ട എന്നാ പറഞ്ഞത്. കാരണം ഞാൻ അതൊന്ന് ഇൻസ്പയർഡ് ആകുമ്പോൾ പിന്നെയും ഞാൻ പോവും, ഇവിടെ സംസം ബൺ കഫേ ഉണ്ട്, അവിടെ പോയി നല്ല ഷുഗർ അടിച്ച് കയറ്റും, പിന്നെയും പഴയ പോലെ ആവും. അപ്പൊ എന്നോട് വെയിങ് മെഷീൻ നോക്കണ്ടെന്ന് പറഞ്ഞത്. അതായത് സക്സസ് എന്ന് പറയുന്നത് നമ്മളെ കബളിപ്പിക്കുന്ന ഒരു സംഭവമാണ് പല സമയത്തും. അപ്പൊ ഫെയിലിയർ എന്ന് പറയുന്നത് ഫാറ്റലല്ല, എനിക്ക് ഇനിയോ ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ ഇറ്റ് ഈസ് എ കറേജ് ടു കണ്ടിന്യൂ, ദാറ്റ് കൗണ്ട്സ്. ഫെയിലിയർ എന്ന് പറയുന്ന സംഭവം. അപ്പൊ സക്സസ് എന്ന സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്, ഫെയിലിയർ വന്നാൽ ക്വിറ്റ് ചെയ്യുകയും ചെയ്യരുത്. കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു കറേജ് ആണ് സക്സസ് ആയതിനെ കാണേണ്ടത്. ഇപ്പൊ നമ്മൾ മൈൻഡിൽ വേണം. ഇപ്പൊ നമ്മള് ഇതുപോലെ മാം രാവിലെ നടക്കാൻ പോകാൻ പ്ലാൻ എന്നിടാറുണ്ടോ? രാവിലെ നടക്കാൻ പോവാനും അല്ലെങ്കിൽ ഷുഗർ കട്ട് ചെയ്യാനും ചായ കുടി നിർത്താനൊക്കെ പ്ലാൻ ചെയ്യാറുണ്ടോ? പ്ലാൻ ചെയ്യാറുണ്ട്. ഞാൻ പ്ലാൻ ചെയ്യാറുണ്ട്, നടക്കാൻ പോകാറില്ല. ഷുഗർ കട്ടൊക്കെ ഉണ്ട്, പക്ഷെ ചില സമയങ്ങളില് ഷുഗർ കട്ട് വിടേണ്ടി വരും ചില സിറ്റുവേഷൻ. ഷുഗർ കട്ടൊക്കെ ഒരു സംഭവം അല്ലേ? രാത്രി ഫുഡ് കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ട് നടന്നിട്ടുണ്ടോ? ഞാൻ എപ്പോഴും ഇപ്പൊ അങ്ങനെ പിന്നെ ഒരു ഡയറ്റീഷ്യന്റെ കീഴിൽ ഏകദേശം 90 അടുപ്പിച്ച് വെയിറ്റ് വന്നപ്പോ ഒരു ഡയറ്റീഷ്യന്റെ കീഴിൽ പോയി. അപ്പൊ അവര് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറഞ്ഞതിന് ശേഷം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാത്രി അങ്ങനെ ഫസ്റ്റായിട്ടില്ല. അത് മാഡം പറഞ്ഞ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്ത് പോയി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഇതിലൊരു ഇത് വരും. ഏറ്റവും ഹാപ്പി ആവുന്നില്ലേ? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇതെങ്കിൽ പോലും അത് ചെയ്യുന്നത്. അതാണ് പെർഫെക്റ്റ് ആവേണ്ടതില്ല, പക്ഷെ കണ്ടിന്യൂ ചെയ്യാൻ മാത്രം ചെയ്യാം, അല്ലേ? അപ്പോ
സെറ്റ് ബാക്സ് എന്ന് പറയുന്നത് അനുഗ്രഹമായി കാണാം, പ്രോഗ്രസ് അതിനുള്ള ഒരു ഊർജമായിട്ട് അതിനെ കാണാം. ഓതണ്ടേ നമുക്ക്? ഓക്കെ, ഇത് ഉറക്കം ഇങ്ങനെ ശീലമായ അപ്പൊ പറ്റും നമ്മൾ കൺക്ലൂഡ് ചെയ്യാം അല്ലെ? ടൈം എക്സീഡ് ചെയ്തെന്ന് വീണ്ടും തോന്നുന്നു ബാക്ക് ടു ഞാൻ സ്കൂൾ കട്ട് ആവാനായി. ചെയ്തിട്ട്. ബാക്ക് ടു സ്കൂൾ ആവാനായി. ഈ മന്ത് തീരും. ആ മന്തൊക്കെ ഇപ്പൊ അതിനേക്കാളും സ്പീഡിൽ തീരും. ഐഫോണും കൂടി ആയോണ്ടേ 5G കണക്ട് ചെയ്ത് നല്ല ക്ലാരിറ്റി സൗണ്ടിന് എന്നെക്കാളും. അപ്പൊ പലർക്കും മോർണിംഗ് ആക്ടിവിറ്റീസിലേക്ക് പോവാനായി. അപ്പൊ എന്തായാലും സന്തോഷം. ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു ടീമാണ് നിങ്ങളെ എന്ന് നിങ്ങൾക്ക് അറിയാമോ? എല്ലാ ട്രെയിനിങ്ങും കാലക്കി കുടിച്ച് മോട്ടിവേഷന്റെ പീക്കിൽ നിൽക്കുന്നതാണ് നിങ്ങൾ. പിന്നെ എന്താണ് എന്റെ ഒരു ധൈര്യം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും വലിയ സന്തോഷം. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഇന്ററാക്റ്റീവ് സെഷനാണ്. കത്തിയടിക്കുക എന്നുള്ളതാണ് എന്റെ മെയിൻ സംഭവം. അപ്പൊ അതിന് നമുക്കൊരു അവസരം ഉണ്ടാവാം. നിങ്ങള് ആരെങ്കിലും ട്രിവാൻഡ്രത്ത് ആരെങ്കിലും ഉണ്ടോ? ട്രിവാൻഡ്രം ആണല്ലേ? ഓക്കെ. ഞാന് ബേസിക്കലി എടത്തനാട്ടുകരയാണ് എന്റെ നാട്, പാലക്കാട് ഡിസ്ട്രിക്ട്. മണ്ണാർക്കാട് സബ് ജില്ല ഒക്കെ കേട്ടിട്ടുണ്ടോ? മണ്ണാർക്കാട്. ഓക്കെ, അവിടെ. അപ്പൊ വർക്ക് ചെയ്യുന്നത് ഇവിടെയാണെന്ന് മാത്രം. ബഷീർ സാറൊക്കെ എവിടെയാണ് നാട്? ഞാൻ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടാവും, മേ ബി. കോഴിക്കോട്. ശരി. മാണി സാറ് കോഴിക്കോട്. ഓക്കെ. മുസ്തഫ സാറ് നൗഫൽ സാറ് ഞാൻ കോഴിക്കോട് മുക്കം. മുക്കം. മുസ്തഫ സാറ് മലപ്പുറം. മലപ്പുറം. ഓക്കെ. വിധുബാല മാം? ഞാൻ ട്രിവാൻഡ്രം വിഴിഞ്ഞം. ട്രിവാൻഡ്രം വിഴിഞ്ഞ അല്ലേ? ഓക്കെ. വിഴിഞ്ഞത്തൊരു അസ്മാക്കില്ലേ, ഈ ഇടയ്ക്ക് ഫുഡ് പോയ്സന്റെ എന്തോ ഒരു ക്ഷീണൊക്കെ വന്നു. അവിടെ ഇടയ്ക്ക് ഞാൻ വരാറുണ്ട്. അവിടെ ശരിക്കും എവിടെയാണ്? ഞാനിവിടെ സ്റ്റാച്ചു, നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ ഓപ്പോസിറ്റ് താഴെ ഹോസ്റ്റൽ. അപ്പൊ നമ്മുടെ അക്കാഡമി റീഡിംഗ് റൂം ഒക്കെ ഇവിടെ ഈ ഒരു റോഡിന് GPO ലൈനിലാണ് ഒന്ന് സ്റ്റാച്ചു. നിങ്ങള് ടീം ഓഫ്ലൈൻ ആയിട്ട് വല്ല കൂടുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. നിങ്ങളുടെ ഗ്രൂപ്പിൽ എന്നെ ഷൈനി മാം ഉണ്ടോ ഇവിടെ? എന്നെ ഒന്ന് ആഡ് ചെയ്യണം. ഓക്കെ. സ്റ്റാച്യൂല് നമ്മുടെ വിജയാനന്ദ് സാറൊക്കെ അല്ലേ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ആളുടെയൊക്കെ വീടിന്റെ അടുത്താ. ഇവിടെ ട്യൂട്ടേഴ്സ് ലൈൻ. എന്തിന്റെ? GPO ലൈനിൽ നമുക്കൊരു റീഡിംഗ് റൂം ഉണ്ട്, അസ്റ്റ്യൂട്ടൈസ് റോയൽ ഇന്നിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്. ഓക്കെ. അവിടെ ഒരു സംസ്കൃതി ഭവന്റെ ഒക്കെ അടുത്തായിട്ട്. അവിടെയല്ല താമസം. സൈലം റോഡ്, സൈലം ലീഡേഴ്സിന്റെ ഒക്കെ റോഡ്. പിന്നെ ഒരെണ്ണം GH ജംഗ്ഷനിൽ കോഴിക്കോടൊക്കെ വെച്ച് ഓഫ്ലൈൻ മീറ്റപ്പ് വെക്കാറുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. 2000 ക്ലാസ്സിന്റെ ഇപ്പൊ കഴിഞ്ഞു. 2000 ക്ലാസ് പൂർത്തിയായാണ് നമ്മളൊരു മീറ്റപ്പ് വെച്ചിരുന്നു. അന്ന് തിരുവനന്തപുരം, തൃശ്ശൂർ പല ഭാഗങ്ങളിലുള്ള ആളുകളെല്ലാരും പങ്കെടുത്തിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ആഡ് ചെയ്യാം. നമ്പറൊന്നും ഷൈനിമാമിന്റെ കയ്യിലുണ്ട്. ഒരുപാട് പേരുണ്ട്, 25-30ഓളം പേരുകൾ ഉണ്ടാവാറുണ്ട്. എങ്ങനെ സർ ബഷീർ? മാഡം വരുമ്പോ വാപ്പനെ ഒന്ന് കൊണ്ടുവന്നോളി. വാപ്പാനെ കൊണ്ടുവരല്ലേ? അതൊക്കെ ഒരു കറക്റ്റ് റൂട്ടാണ്. ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു 3:30 എണീറ്റ് നിസ്കാരം തുടങ്ങും. കറക്റ്റ് അത് കഴിഞ്ഞ് മെക്സവന് വരും. ഇതുവരെ കുമ്പയൊന്നും കുറഞ്ഞിട്ടില്ലെങ്കിലും ആ ഒരു പെർസിവറൻസ് ആണ് ഞാൻ എപ്പോഴും എൻ്റെ ഒരു മോട്ടിവേഷൻ. കാരണം ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്. ഇതൊരു മെഷീനാണ്. അത് ഞങ്ങൾക്ക് ഒരു കുറയ്ക്കലുമില്ല. പക്ഷെ ആള് ഷുഗർ കട്ട് ചെയ്തിട്ട് ആളുടെ ടാനൊക്കെ പോയി, വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ പോയി. എന്താണ് ആക്റ്റീവ് എന്നറിയോ? മാഷാഅല്ലാ. അതായത് ആളുടെ മുഖത്തൊക്കെ ഞങ്ങളൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും വരാത്ത ഗ്ലോ ആണ് ആളുടെ മുഖത്ത് വന്നിട്ടുള്ളത്. അപ്പൊ അതൊക്കെ സംഭവം ശരിയാണ്. വേറൊന്നുമില്ല, വേറൊന്നും ആൾക്ക് കഴിയില്ല, ഷുഗർ കട്ട് മാത്രം. അപ്പൊ ബാക്കി അങ്ങനെയൊക്കെ തന്നെയാ. അപ്പൊ അതൊക്കെ ഉണ്ട്. ആളെ കൊണ്ടുവരാൻ നോക്കാം. പക്ഷെ കൊണ്ടുവന്നാൽ ഞാൻ ആളുടെ കുറ്റം ഇവിടെ പറയുന്നത് നിങ്ങൾ ആളോട് പറയരുത്. എന്നെ എടുത്ത് എറിയോ? ഒരുപാട് ഹാബിറ്റ് ഉണ്ട്. അത് ഒരുപാട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബുക്ക് റീഡിംഗ് ഉണ്ട്.
പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ രീതിയിൽ പോസ്റ്റ് ചെയ്യണം, എക്സസൈസിന്റെ ഫോട്ടോസ് ഇടണം, കുറച്ച് കൾച്ചർ അയ്യോ കാര്യങ്ങളുണ്ട്. നമ്മുടെ അതൊക്കെ ഗ്രൂപ്പിലാണോ? ഗ്രൂപ്പില് ഫോട്ടോ ഒന്നുമില്ല, ചെയ്തു എന്നുള്ള എഴുതി വിട്ടാലും മതി. പിന്നെ ടു കള്ളം ഡു പറഞ്ഞാ ലിസ്റ്റ് മതി, അത് ഞാൻ അയക്കണം. ചെയ്യും. അപ്പൊ അതൊക്കെ ഫോളോ ചെയ്തൊരു ഗ്രൂപ്പാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 2000-ഓളം ക്ലാസ് അറ്റൻഡ് ചെയ്ത ആളുകളാകുമ്പോ എല്ലാ ടോപ്പിക്കും കേട്ട് പിന്നെ ഒരുപാട് അതാണ്. വായിച്ച് അതിന്റെ കുറച്ച് അറിവുണ്ട് എന്നുള്ളൂ. അല്ലാതെ ഇതിലുള്ള കൂടുതൽ ആളുകൾ സാധാരണക്കാരാണ്. ഞാനൊക്കെ ഉം. സത്യം 10ാം ക്ലാസ് ഒരു ഫീഡ്ബാക്ക് ആയിട്ട് നമുക്ക് അതില് തുടങ്ങാം. കാര്യമൊന്നുമില്ല. 10ാം ക്ലാസ് പിന്നെ അതെന്റെ അതെ, MBA കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായതാണ്. സർട്ടിഫിക്കറ്റ്സിലൊന്നും അല്ല കാര്യം. ഫീഡ്ബാക്ക് പറഞ്ഞു തുടങ്ങാട്ടോ, ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആ അപ്പൊ ക്ലാസ് സൂപ്പർ ആയിരുന്നു. പിന്നെ മാം പറഞ്ഞ പോലെ കത്തിയിലാണ് മാം സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് അവിടെ തന്നെ തുടങ്ങുക. ഇപ്പൊ ഒരു കത്തി പഴകിയ കത്തിയാണെങ്കിൽ, ഒരു ഉപയോഗശൂന്യമായിട്ടുള്ള കത്തിയാണ് നമ്മളെങ്കിൽ, അതിനെ നല്ല മൂർച്ച കൂട്ടണമെങ്കിൽ എന്താക്കണം? അതിനെ കൊല്ലന്റെ ആലയിൽ പോയി അടിച്ച് പരത്തി എന്തോരം വേദനിപ്പിച്ചിട്ടാണ്, എന്തൊരു വേദനകൾ സഹിച്ചിട്ടാണ് അത്ര ഷാർപ്പായി കിട്ടുന്നത്, എത്ര തിളക്കമുള്ളതായി കിട്ടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഉദാഹരണം അതെനിക്ക് മനസ്സിലായി. എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാത്തിനെയും അതിജീവിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു ക്യാൻസർ ഉള്ള ഒരാളുണ്ടായിരുന്നു നമ്മളെടുത്ത്. ഇപ്പോഴല്ല, ഒരു 10-15 വർഷം. പിന്നെ അപ്പൊ കോയമ്പത്തൂർ ബഷീർ സാറിനൊക്കെ അറിയാം. ഞാൻ ആ സ്ഥലത്തിന്റെ പേര് മറന്നു. ഒരു ഫേമസ് ട്രീറ്റ്മെന്റ് സ്ഥലമാണ് കോയമ്പത്തൂരുള്ള. എന്താ ബഷീർ സാറിന് അറിയാം സ്ഥലത്തിന്റെ പേര്? പിന്നെ അപ്പൊ ആ ക്യാൻസർ സെന്ററിലാണ് ഇദ്ദേഹം അന്നത്തെ കാലത്ത് പോയത്. അദ്ദേഹത്തിന് ഇപ്പൊ ജോലി എടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ അദ്ദേഹം 5-6 വർഷവും അവിടെ പോയി ട്രീറ്റ്മെന്റ് ചെയ്തു. ഇപ്പൊ ഇവിടെയുള്ള കുറച്ച് നമ്മളെ പരിസരത്ത് എനിക്ക് അറിയുന്ന, എന്നാൽ പുറത്തുനിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. റിച്ച് ആയിട്ടുള്ള ആളുകൾ ഈ സാധാരണക്കാരന്റെ അടുത്ത് പോയിട്ടാണ് ഒരു ഗൈഡായിട്ട് വിളിക്കല. അദ്ദേഹത്തിന് അവിടെ കലക്കി കുടിച്ചത് കൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോകും. അപ്പോ ചിലപ്പോൾ സ്റ്റേ ചെയ്യാനൊക്കെ നോക്കും 5 ദിവസം 6 ദിവസം. എന്നിട്ട് ഇദ്ദേഹത്തിന് ചിലപ്പോൾ 25,000, ചില ആളുകൾ 50,000. ഫീസ് ഒന്നുമില്ല, ഇദ്ദേഹം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ചാരിറ്റി പോലെ. പക്ഷെ എന്താണ്, ഇദ്ദേഹത്തിന് ആ ഒരു അസുഖം വന്നുകൊണ്ട് ആ ഒരു വരുമാനമായി മാറി. അദ്ദേഹത്തിന് ആ അസുഖം മാറി, ആള് സാധാരണക്കാരൻ, പക്ഷെ അദ്ദേഹം ഒരുപാട് കാലം അവിടെ നിന്നുകൊണ്ട് പിന്നെ പാവപ്പെട്ട ആളുകളൊക്കെ അങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ ഇത് പല ആളുകളിലേക്ക് അറിഞ്ഞിട്ട് അദ്ദേഹത്തിന് അവിടെ എല്ലാ ഡോക്ടേഴ്സും നല്ല പരിചയമാണ്. അവിടെ അടുത്ത പ്രദേശത്തൊക്കെ റെന്റ് കിട്ടുന്നത് എവിടെയാണ് ഒക്കെ അദ്ദേഹത്തിന് അറിയാം. അപ്പോ അതൊരു എല്ലാതും ഒരു ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റി. ആ അപ്പൊ അദ്ദേഹത്തിന് ചില ആളുകൾ 50,000 കൊടുക്കുന്ന ആളുകളുണ്ട്, ഭയങ്കര വ്യത്യസ്തമുള്ള ആളുകൾ. ചില ആളുകളോട് അദ്ദേഹം ഒന്നും വാങ്ങൂല, സന്തോഷത്തോടെ കൊടുക്കുന്നത് സ്വീകരിക്കുന്നത്. അപ്പൊ പറയാം, ജോലി എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുള്ള ആളാണെങ്കിലും അദ്ദേഹത്തിന് ആ ഒരു അറിവ് കിട്ടി. അപ്പൊ നമുക്ക് അത് പറയുന്ന ഓരോ ഇത്തരം പദ്ധതികളും ഓരോ അറിവുകളാണ്. ചെയ്യാറുണ്ട്. അതെ അതെ, സിമ്പതി എന്ന് ഓരോ പറയുന്ന ഒരു സംഭവം ആളുകൾ എന്നോട് സിമ്പതൈസ് ആയിക്കോട്ടെ, അങ്ങനെ എനിക്ക് അവസരങ്ങൾ തരട്ടെ. ആള് JCIയില് പ്രസിഡന്റ് ആയ ഒരു എല്ലോടെ. അപ്പൊ അത് സിമ്പതിയുടെ പുറത്ത് കിട്ടിയതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് 40+ പാടില്ല എന്നുള്ളതാണ്. ആള് 40+ ആവും എന്തായാലും. എന്നിട്ട് ആളെ എടുത്തത് ആ ഒരു കൺസിഡറേഷനിൽ ആളെ എടുത്തു. എനിക്ക് പടച്ചോൻ തന്നൊരു സാധനമല്ലേ, ഞാനത് ഉപയോഗിച്ചില്ലേ പടച്ചോൻ ചോദിക്കില്ലേ? അങ്ങനെയാണ് ആള് പറഞ്ഞത്. ഞാൻ അങ്ങനെ അന്തം വിട്ടു. അതുപോലെ തന്നെ 2 മാസം മുന്നേ ഞാൻ എന്റെ പുതിയൊരു വണ്ടി എടുത്തിട്ട്, ഒരു വാന ബിസിനസ് ആവശ്യത്തിന് എടുത്തതാ. അപ്പൊ തിരുവമ്പാടി എന്ന് പറഞ്ഞ അങ്ങാടി. അപ്പൊ അവിടെ 1 സൈഡ് പാർക്കിംഗ്, ഓരോ ദിവസം ഓരോ സൈഡാ. ഞാൻ വണ്ടി പാർക്ക് ചെയ്തു. അത് തിരിച്ചു വരുമ്പോണ്ട് ഒരു അൾട്ടോ ഉണ്ട് നേരെ ബാക്കിൽ. അതേ എടുത്തിട്ട് എന്റെ വണ്ടിന്റെ ഒരു സൈഡ് മൊത്തം ഇങ്ങനെ സ്ക്രാച്ച് ആയി അവിടെ നിർത്തി. അപ്പൊ ഞാൻ ഓടിച്ചെന്നു. അദ്ദേഹം വീട്ടിൽ ഇങ്ങനെ ആക്സിഡന്റ് കൊടുക്കുക. അപ്പൊ ഞാൻ ഡോർ തുറന്നു, വണ്ടി ഓഫ് ചെയ്യാൻ അദ്ദേഹത്തിന് ഡോർ തുറന്നു. ഞാൻ ഡോർ തുറന്നു. അപ്പൊ അദ്ദേഹം പുറത്തിറങ്ങിയ മണിസാറൊക്കെ ഒരു ഷേപ്പുള്ള ഒരാളെ പ്രായക്കളാണ്. അദ്ദേഹം പേടിച്ചു, കൈ കാലൊക്കെ വർക്കണ്ടേ. ഞാൻ പറഞ്ഞു പേടിക്കണ്ട, നിങ്ങൾ ഇറങ്ങി മാറിക്ക്, വണ്ടി ഞാൻ എടുത്തു തരാം, ഇനി നിങ്ങൾ എടുത്തു കഴിഞ്ഞാല് അത് മൊത്തം പൊളിഞ്ഞു പോകും. അങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തിനെ മാറ്റി നിർത്തി. എന്നിട്ട് ഞാൻ ആ വണ്ടി അപ്പുറത്തുനിന്ന് എടുത്ത്, അങ്ങാടിയാ ടൗണാ. അപ്പൊ ആളുകളൊക്കെ കൂടി, വണ്ടിന്റെ സൈഡ് മൊത്തം സ്ക്രാച്ച് ആയി. ഞാൻ പുതിയ വണ്ടിയാ, നമ്പർ ഇട്ടിട്ട് ആകെ 3 ആഴ്ച പോലും ആയിട്ടുള്ളൂ. ഞാൻ മാറ്റി നിർത്തി. പിന്നെ എന്നിട്ട് സൈഡാക്കിയിട്ട് ഞാൻ അദ്ദേഹത്തിന് ചാവി കൊടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ വണ്ടി എടുക്കണ്ട, നിങ്ങൾ ഭയങ്കര ടെൻഷനാണ്, എടുത്തു കഴിഞ്ഞാൽ ഇനി വേറെ എവിടെയെങ്കിലും പോയി കുത്തും, കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളില്ല, ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്ത് തരാണ്. അപ്പൊ അതാണ് നിങ്ങളെ വണ്ടിക്ക് പറ്റി നമുക്ക്. ഞാൻ പറഞ്ഞത് പ്രശ്നമല്ല, ബമ്പർ ടു ബമ്പറാണ്, നിങ്ങൾ അത് ആലോചിച്ച് ടെൻഷൻ ആണ്ടാണ്. അപ്പൊ അപ്പുറത്തെ നോക്കുന്ന ആളുകളൊക്കെ നമുക്ക് എന്തെങ്കിലും ചില്ലറ വാങ്ങട്ടെ, അവരോട് വാങ്ങിച്ചു തരാം. ഞാൻ പറഞ്ഞാൽ അതൊന്നും ആവശ്യമില്ല, അദ്ദേഹത്തിന് ബോധപൂർവം ഒന്ന് ഇടിച്ചു കയറ്റിയതല്ലല്ലോ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ, മനുഷ്യന്റെ മേലാണെങ്കിൽ പ്രശ്നമാവും, വണ്ടി നമുക്ക് നന്നാക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഒരു 5 വർഷമുള്ള മുമ്പ് ഉള്ള ഞാനായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കാനല്ല. അപ്പൊ ഈ ബിമാജിക്കിൽ നിന്ന് കിട്ടിയ, പിന്നെ അതുപോലെ പുസ്തകത്തിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ ഇതിലുള്ള എല്ലാവർക്കും ക്ഷമ, മറ്റുള്ള കാര്യങ്ങളൊക്കെ
അങ്ങനെ പഠിച്ചെടുത്തതാണ്. ഇപ്പൊ താങ്ക് യു. എനിവേ നല്ല ക്ലാസ് ആയിരുന്നു, ഒരുപാട് എക്സാംസ് കിട്ടി. അതുപോലെ തന്നെ മാം പറഞ്ഞ പോലെ പ്രതിസന്ധികളെ അതും കൂടി ഒന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ വരാൻ ലേറ്റ് ആയപ്പോ ശൈലമാൻ പറഞ്ഞു നൗഫൽ സാർ ഒരു ബുക്ക് റിവ്യൂ നടത്തിയോളൂ. പ്രിപ്പയർ ഒന്നല്ല, എന്നാലും ഞാനൊരു ബുക്ക് എടുത്ത് റീഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കുക. അപ്പൊ നമ്മളതാണ് ഒരു വിഷയം വന്നാല് ഇനിയിപ്പോ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് പോവാ, അല്ലെങ്കിൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇനിയിപ്പോ അവിടേക്ക് എത്തും എന്നുള്ളത് അങ്ങനത്തെ ഒരു ഇത് ഇല്ല, ഓട്ടോമാറ്റിക്കലി നമ്മൾ കൾച്ചറായി മാറി. അതുകൊണ്ടാണ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാനും എനിക്ക് അതുപോലെ നോർമലി പാനിക് ആവേണ്ടതാണ്. എനിക്ക് ലിങ്ക് കിട്ടുന്നില്ല. ഷൈനി മാം എന്ത് പറ്റി? ഇതെന്താ ലിങ്ക് കിട്ടാത്തത്? ഞാൻ വിളിക്കുന്നുണ്ട്, ആള് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാൻ ആകെ പാനിക്കായി എന്തോ. അപ്പൊ ഇന്നലത്തെ ടോപ്പിക്കിൽ എന്റെ നേരെ ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു ക്യാരക്ടറിന് നേരെ ഓപ്പോസിറ്റ് ആണ് ശരിക്കൊരു സംഭവം ഉണ്ടാവേണ്ടത്. അപ്പൊ ആ സമയത്ത് ഈ ഒരു സംഭവം വായിച്ച് നമ്മളില്ലേ, ഞാൻ എടുക്കാൻ പോകുന്ന ടീം ആരാ, അവിടെ അവരത് പ്രശ്നം ഉണ്ടാക്കില്ല, ഇപ്പുറത്തെ എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടായിട്ടുണ്ടാവും, ഒരു ഇത് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങള് എംപത്തറ്റിക്കലി ചിന്തിക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു. ആ ധൈര്യത്തിലാണ് ഞാൻ വന്നിട്ട്, എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായില്ല സത്യം പറഞ്ഞ. വേറെ ഒരു ടീമിനാണ് ഞാൻ എടുക്കാൻ പോകുന്നതെങ്കിൽ, എന്റെ 3ാമത്തെ സെഷനാണ് തോന്നുന്നത് ഇവിടെ, വേറൊരു ടീമിനെ എനിക്ക് നല്ല പാനിക് ആയിട്ടുണ്ടാവും. ഞാൻ സത്യം പറയാലോ, നിങ്ങൾ പോസിറ്റീവാന്ന് എന്നോട് പറഞ്ഞിട്ടല്ല, ഐ ക്യാൻ ഫീൽ ഇറ്റ്. ഈ ഒരു ഓൺലൈനിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ, ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ഒരു 6ാമത്തെ 7ാമത്തെ ടീമിനൊക്കെ എടുക്കുന്നുള്ളൂ. ഞാൻ ഭയങ്കരമായിട്ട് ട്രെയിനിങ് എടുക്കുന്ന ആളല്ല. പിന്നെ ചെറിയ കൊച്ചു പിള്ളേർക്കാണ്, ഡിഗ്രിക്ക് താഴെയുള്ളവര്. അപ്പൊ ഞാൻ പറയാ, യു ഗൈസ് ആർ ഡിഫറെന്റ്. നിങ്ങൾ പോസിറ്റീവ് ആവാൻ വേണ്ടി മത്സരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഫുൾ സ്ട്രെങ്ത് അങ്ങനെയാണ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ബി മാജിക് ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് തന്നതിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല ഇൻഫർമേഷൻസ് ആണ് മാം രാവിലെ തന്നെ ഷെയർ ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ ജസ്റ്റ് കുറച്ച് ഫീഡ്ബാക്സ് ഞാനൊന്ന് പറയാമെന്ന് വിചാരിച്ചു. മാം പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വരുമ്പോൾ ആദ്യമൊക്കെ സ്റ്റെക്ക് ആവുക ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഈ ബി മാജിക്കിൻ്റെ ഭാഗമാവുന്നതിന് മുന്നേ വരെ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ കിട്ടിയതിലൂടെ ഒരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മേക്ക് യുവർ പ്രോബ്ലംസ് ഇൻ ടു ഓപ്പർച്യൂണിറ്റീസ്. ഈ ഒരു കോട്ട് എനിക്ക് ഈ ഒരു നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. ആ ഒരു കോഡ്സ് വെച്ചിട്ടാണ് എന്നെപ്പോലെ ഇവിടെയുള്ള എല്ലാ മെമ്പേഴ്സും അവരുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാമിൻ്റെ ഈ ഒരു സെഷനിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. അപ്പം നമ്മൾ 6:46 ആയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ഫീഡ്ബാക്ക് പറയാം. താങ്ക് യു സോ മച്ച് മാം. വല്ലാതെ സമയം വൈകിട്ടുണ്ട്. സോറി കേട്ടാ മാം. ഇന്ന് അതുപോലെ നമ്മുടെ ടീം മെമ്പേഴ്സിനോട് ഞാൻ വളരെ സോറി പറയാണ്. ഇന്നലെ ഒരു യാത്ര കഴിഞ്ഞ് വന്ന് ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു, ചാർജ് വിട്ട് കറണ്ടും പോയി. അപ്പോൾ എനിക്ക് ലിങ്ക് തരാനും പറ്റില്ല, എന്ത് ചെയ്യുമെന്നുള്ള ഒരു ഇതായിപ്പോയി. ഇത് ആലോചിച്ചിരുന്ന് ഞാൻ അങ്ങ് എപ്പോഴോ ഉറങ്ങിയും പോയി. രാവിലെ ഞാൻ ഫോൺ ഇരുന്നത് ഒരിടത്ത്, ഞാൻ കിടന്നത് ഒരിടത്ത്. ഈ അലാറം ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയോ ഈ ഒരു ടൈം ആയപ്പോ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഓടി വരികയായിരുന്നു. അയ്യോ ലിങ്ക് കൊടുത്തില്ലല്ലോ, അങ്ങനെ പറ്റിപ്പോയതാണ്. സോറി മാം, വളരെ സോറി. ഞാൻ എന്താ തലേ ദിവസം ഇട്ട് കൊടുക്കുന്നതാണ്. ഇന്നലെ എറണാകുളത്ത് നിന്ന് യാത്ര കഴിഞ്ഞ് രാത്രി അല്ലേ 56 മറ്റോ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. അത് കുഴപ്പമില്ല അല്ലേ? വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം, നല്ലൊരു സെക്ഷൻ ആയിരുന്നു. എന്തായിരുന്നാലും നമുക്ക് എന്നും 6:30 ആണ് ക്ലാസ് വേണ്ട ടൈം. 6:47 ആയിട്ടുണ്ട്. നമ്മുടെ എല്ലാരും മെസ്സേജ് ഇടുക, മാമിന്റെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ മെസ്സേജ് ഇടുക. എന്തായിരുന്നാലും ഇനിയും വരണം മാം. താങ്ക് യു മാം. ഓക്കെ, ശരി. താങ്ക് യു മാം. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു എവരിബഡി. താങ്ക് യു മാം.